നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിൽ പി ബാലചന്ദ്രൻ എംഎൽഎയോട് വിശദീകരണം തേടി സിപിഐ. എംഎൽഎ പി ബാലചന്ദ്രന് ജാഗ്രത കുറവുണ്ടായെന്നും മന്ത്രി കെ രാജൻ. തൃശൂർ ശക്തൻ സ്റ്റാൻഡിനു സമീപം ആക്രിക്കടയ്ക്ക് തീപിടിച്ചു. 3 ലക്ഷം രൂപയുടെ നഷ്ടം. തൃശൂർ, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. വാടനപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം ലേബർ ക്യാമ്പാക്കി മാറ്റിയെന്ന ആരോപണവുമായി കോൺഗ്രസ്. കെട്ടിടത്തിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ചാവക്കാട് മണത്തല നേർച്ചയ്ക്ക് തുടക്കമായി. പ്രചോദിയുടെ ആദ്യ കാഴ്ച ജാറമംഗലത്തിലെത്തി. നേർച്ചയുടെ പ്രധാന ദിനമായ നാളെ തെക്കഞ്ചേരിയിൽ നിന്നും പുറപ്പെടുന്ന താബൂത്ത് കാഴ്ച ജാറത്തിൽ എത്തിച്ചേരും. എരുമപ്പെട്ടിയിൽ ഒഴിഞ്ഞ പറമ്പിൽ വൻ അഗ്നിബാധ. എരുമപ്പെട്ടി യുണൈറ്റഡ് ടർഫിന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് തീപിടുത്തമുണ്ടായത്. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന 7 ദിവസം നീണ്ടുനിൽക്കുന്ന പ്രഥമ സാർവദേശീയ സാഹിത്യോത്സവത്തിന് തുടക്കമായി. പ്രധാന വേദിയായ പ്രകൃതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാഹിത്യോത്സവം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് നിയമനത്തെ ചൊല്ലി പൊട്ടിത്തെറി. സേവ് കോൺഗ്രസ് എന്ന പേരിൽ സമാന്തര പ്രവർത്തനവുമായി ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്തെത്തി. മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി എടവിലങ്ങിൽ മാസങ്ങളായി തർക്കം നിലനിന്നിരുന്നു. ചെറുതുരുത്തി 121 നമ്പർ സർവീസ് സഹകരണ ബാങ്കിന്റെ തിരഞ്ഞെടുപ്പ് UDF ബഹിഷ്കരിച്ചു. വോട്ട് ചെയ്യാനെത്തിയ UDF അനുഭാവികളുടെ കടലാസുകൾ കീറി വലിച്ചെറിഞ്ഞതിനെ തുടർന്നാണ് 13 UDF സ്ഥാനാർത്ഥികളും റിട്ടേണിംഗ് ഓഫീസർക്ക് രേഖാമൂലം പരാതി നൽകി തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത്. ഗുരുവായൂർ കൃഷ്ണൻകുട്ടിയുടെ ഒറ്ററാന്തൽ എന്ന കവിതാ സമാഹാരം കവി ഡോക്ടർ സി രാവുണ്ണി പ്രകാശനം ചെയ്തു. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലും കവയിത്രിയുമായ TM ലത പുസ്തകം ഏറ്റുവാങ്ങി. കൈപ്പറമ്പ് പഞ്ചായത്ത് സ്പോർട്സ് കൌൺസിലും സ്പോർട്സ് പ്രൊമോഷൻ കൌൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 20ാമത് അഖിലേന്ത്യാ ഫ്ലഡിറ്റ് സെവൻസ് ജനകീയ ഫുട്ബോൾ മേളയുടെ ഗാലറിയുടെ കാൽനാട്ടൽ കർമ്മം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷ കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. പീതാംബരൻ രാരംഭത്ത് രചന നിർവഹിച്ച 11 ഗാനങ്ങളുടെ പുസ്തക പ്രകാശനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ നിർവഹിച്ചു. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് പൊന്നാടയണിയിച്ച് പീതാംബരൻ രാരംഭത്തിനെ ആദരിച്ചു. പാലക്കിൽ സെന്റ് മാത്യൂസ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ഷാജു കൊച്ചുപുരയ്ക്കൽ കൊടിയേറ്റ് നിർവഹിച്ചു. മതിലകത്ത് ഭൂമിക്കടിയിൽ നിന്ന് നന്നങ്ങാടി ലഭിച്ചു. മതിലകം പോലീസ് സ്റ്റേഷനു കിഴക്ക് ലക്ഷം വീട് കോളനി ഭാഗത്തു നിന്നാണ് മഞ്ചാറ എന്ന പേരിൽ അറിയപ്പെടുന്ന നന്നങ്ങാടി ലഭിച്ചത്. കിള്ളിമംഗലം സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ തോമസ് കാക്കശ്ശേരി കൊടിയേറ്റ് നിർവഹിച്ചു. ഫെബ്രുവരി 3, 4 തീയതികളിലാണ് തിരുനാൾ. വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് സ്നേഹക്കൂടാരം കുട്ടികൾ അഭിനയിച്ച അയിലമുടിച്ച് എന്ന ആൽബത്തിന്റെ സ്വിച്ച് ഓൺ നിർമ്മാതാവ് മണി താമര നിർവഹിച്ചു. മുൻ മാളികപ്പുറം ശാന്തി രാജേഷ് നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ചേലക്കര മാരിയമ്മൻ കോവിലിൽ സമൂഹ മൃത്യുഞ്ജയ ഹവനം നടന്നു. മഹാബലേശ്വര HH സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. SYS മറ്റത്തൂർ സർക്കിൾ കമ്മിറ്റി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. SYS തൃശൂർ സോൺ പ്രസിഡന്റ് അഷ്റഫ് സൈദി ഉദ്ഘാടനം ചെയ്തു. സഞ്ചാരികളുടെ കൂട്ടായ്മയായ 3 മുറിയിലെ സഫാരി ക്ലബ് 25ാം വാർഷികം ആഘോഷിച്ചു. ഗായകനും റിയാലിറ്റി ഷോ താരവുമായ മിലൻ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. പരിയാരത്ത് പടക്കം പൊട്ടിക്കുന്നതിനിടെ ബൈക്കിന് തീപിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവവുമായി ബന്ധപ്പെട്ട് പള്ളി കമ്മിറ്റിയുടെ പേരിൽ ചാലക്കുടി പോലീസ് കേസെടുത്തു. ഗവർണർക്കെതിരെ കടുത്ത വിമർശനവുമായി മന്ത്രി MB രാജേഷ്. സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്ന് MB രാജേഷ്. കേരള സ്റ്റേറ്റ് എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. മന്ത്രി MB രാജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡിസ്ട്രിക്ട് ടൈലേഴ്സ് ആൻഡ് ഡ്രസ് മേക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ തൃശൂരിൽ നടന്നു. അഴീക്കോടൻ സ്മാരക ഹാളിൽ നടന്ന സമ്മേളനം CITU സംസ്ഥാന കമ്മിറ്റി അംഗം KV ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു.
അളഗപ്പ നഗർ പച്ചളിപ്പുറത്ത് വീടിന്റെ തറയിൽ കയറിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. പച്ചളിപ്പുറം ചെമ്മനംതട്ട സുരേഷിന്റെ വീട്ടിൽ നിന്നാണ് 6 അടി നീളമുള്ള പാമ്പിനെ പിടികൂടിയത്. പാലപ്പിള്ളി പിള്ളത്തോട് പാലത്തിനു സമീപം റോഡിലിറങ്ങിയ കാട്ടാനക്കൂട്ടം യാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്തു. ആളുകൾ ഓടിമാറിയത് മൂലം വൻ ദുരന്തമൊഴിവായി. തോട്ടത്തിൽ നിന്നിരുന്ന കുട്ടിയാനകൾ ഉൾപ്പെടെ 20ഓളം ആനകളാണ് റോഡിലിറങ്ങിയത്. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധ സമരം നടത്തി. ഉപരോധ സമരം DCC സെക്രട്ടറി PK രാജൻ ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 4-ന് തൃശൂരിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കുന്ന മഹാജനസഭയുടെ ഭാഗമായി കോൺഗ്രസ് എറിയാട് മണ്ഡലം കൺവെൻഷൻ നടന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി TM നാസർ ഉദ്ഘാടനം ചെയ്തു. മലയാള കലാകാരന്മാരുടെ സംഘടനയായ നന്മ കുന്നംകുളത്തിന്റെ മേഖലാ കൺവെൻഷൻ ഡോക്ടർ ശശിധരൻ കളത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി രവി കേച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. വടക്കേക്കാട് സ്റ്റേഷൻ പരിധിയിലെ പ്രധാന നഗരങ്ങൾ ഇനി മുതൽ ക്യാമറ നിരീക്ഷണത്തിൽ. വടക്കേക്കാട്, അഞ്ഞൂർ, വെട്ടിപ്പുഴ എന്നിവിടങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പൈതൃകം ഗുരുവായൂർ പ്രതിമാസ കുടുംബസംഗമത്തിന്റെ ഭാഗമായി വൈജ്ഞാനിക സദസ്സ് സംഘടിപ്പിച്ചു. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി കാവടി ആഘോഷം നടത്തി. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ ബിജു നാരായണൻകുട്ടി ഉത്സവ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മന്ദലാംകുന്ന് GF UP സ്കൂൾ 101ാം വാർഷികം എൻഡോമെന്റ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വിവാഹത്തിന് 2 നാൾ മുൻപ് യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. ചൊവ്വന്നൂർ വിളക്കും തറയ്ക്ക് സമീപം ചന്ദ്രൻ മകൻ 30 വയസ്സുള്ള അരുണാണ് മരിച്ചത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.